ഓണമെത്തിയതോടെ സംസ്ഥാനത്തെ പൂവിപണിയും സജീവമായി. കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഓണത്തിന് പൂക്കൾ ഏറെയും എത്തുന്നത്. കേരളത്തിലെ മാർക്കറ്റുകളിൽ പൂക്കൾ നിറയ്ക്കാനായി ഓണക്കാലങ്ങളിൽ സ്വന്തം നാട് വിട്ട് മലയാള നാടിനെ തേടിയെത്തുന്ന ചിലരുണ്ട്. ഓണക്കാലത്തെ പൂവിപണി പ്രതീക്ഷിച്ചെത്തുന്ന ചില ജീവിതങ്ങളിലേക്കാണ് ഇനി. പുലർച്ചെ മുതൽ പൂമാർക്കറ്റിലേക്ക് നിറയെ പൂക്കുടകൾ എത്തിത്തുടങ്ങും. കർണാടകയിലെ ഗുണ്ടൽപേട്ട്, ഹൊസൂർ, തമിഴ്നാട്ടിലെ തോവാള, തെങ്കാശി, സുന്ദരപാണ്ഡിപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂക്കൾ ഇറക്കുമതി ചെയ്യുന്നത്. കൂടാതെ ബംഗളൂരു, നാഗർഹോള, സേലം, കോയമ്പത്തൂർ, കമ്പംതേനി, മധുര, ഡിണ്ടിഗൽ തുടങ്ങിയിടങ്ങളിൽ നിന്നും ഓണം വിപണിയിലേക്ക് പൂക്കളെത്തുന്നുണ്ട്. നിലവിൽ 200 മുതലാണ് പൂക്കളുടെ വില. തിരുവോണമാകുമ്പോൾ പൂക്കളുടെ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ജമന്തി, വാടാമല്ലി, റോസ്, മുല്ലപ്പൂവെന്നിങ്ങനെ നിരവധി പൂക്കൾ ഇതിനോടകം തന്നെ കളം നിറഞ്ഞു കഴിഞ്ഞു. വഴിയരികിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പൂക്കളോടൊപ്പം അതിർത്തി കടന്നെത്തിയ ചില ജീവിതങ്ങളെയും നമുക്ക് കാണാം. കുടുംബം, കൊച്ചി, പുരുഷ, ചേച്ചിയുടെ കൊച്ചി എല്ലാവരും വന്നിട്ടുണ്ട്. ഓണത്തിന് വന്നതാണ്. അത്തം മുതൽ തിരുവോണം വരെ ഇവരുടെ ജീവിതവും ഇവിടെയാണ്. കുട്ടികളും കുടുംബവുമൊക്കെയായാണ് പലരും എത്തുന്നത്. ഓണവിപണിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് പൂർത്തിയാക്കാനുള്ള സ്വപ്നങ്ങളും പേറി നഗരത്തിലെ ഓരോ വഴിയരികിലും ഇതുപോലെ ഒരുപാട് പേരുണ്ടാകും. വാടാമല്ലി 300, ജെണ്ടുമല്ലി 170, വെള്ളജമന്തി 500, റോസ് 400, പച്ചക്കെട്ട് 200. കുറേ രമ്പ കച്ചവടം കുറവ്. ഇത്തവണ കച്ചവടം കുറഞ്ഞെന്ന പരിഭവവും പലർക്കുമുണ്ട്. കാലം തെറ്റിയെത്തുന്ന മഴയും വില്ലനാകുന്നുണ്ട്. എന്നാലും കാണം വിറ്റും ഓണമുണ്ടെന്ന മലയാളിക്ക് പൂവും പൂക്കളവുമില്ലാതെ എന്തോണാഘോഷം? പൂക്കളത്തിന് അഴകൊരുക്കുന്നതിനൊപ്പം ഇവരുടെ ജീവിതവും കളറാവട്ടെ. ഓണമാകുമ്പോൾ കുട്ട നിറയെ പൂക്കളുമായി ജീവിതം കരുപിടിപ്പിക്കാൻ നിറയെ പ്രതീക്ഷയോടെ കേരളത്തിലേക്ക് വിരുന്നെത്തുന്നവരാണിവർ. ഓണം ദാ ഇവരുടെയൊക്കെ കൂടിയാണ്. ക്യാമറമാൻ സജിലിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.